പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. അപ്പസ്തോല പ്രവൃത്തികൾ 12-ാം അധ്യായം 24-ാം വാക്യം. എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും, ഏത് പ്രതികൂലത്തിലും, ഏത് പ്രതിസന്ധിയിലും കർത്താവിൻ്റെ വചനത്തിന് ബന്ധനമില്ല. ഈ വേദപുസ്തക വചനം ഒന്നാമതായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതാ. ഏത് ഹെരോദാവുമാരും അതുപോലെ തന്നെ സത്യത്തെ എതിർക്കുന്ന ആര് വന്നാലും കർത്താവിൻ്റെ വചനത്തെ തടയാൻ, കർത്താവിൻ്റെ വചനത്തെ നിർത്തിവെക്കാൻ ആർക്കും പറ്റത്തില്ല. ദൈവത്തിൻ്റെ വചനത്തിന് ഒരു ബന്ധനവുമില്ല. ഇന്ന് രാവിലെ സമയത്തും അതുകൊണ്ട് പ്രിയരെ, നാം വചനത്തോട് കണക്റ്റഡ് ആണെങ്കിൽ, വചനത്തോട് ചേർന്ന് നിൽക്കുന്നവരാണെങ്കിൽ നമ്മെയും തടയാൻ, നമ്മെയും സ്റ്റോപ്പ് ചെയ്ത് വെക്കുവാൻ ആർക്കും പറ്റത്തില്ല. നാം വേദപുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു. യെശയ്യാപ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യത്തിൽ തിരുവചനം ഇങ്ങനെ പറയുന്നത്. കേട്ടോ, വിളിച്ചു പറയുക എന്ന് ഒരുത്തൻ പറയുന്നു. എന്തു വിളിച്ചു പറയണ്ടു എന്ന് ഞാൻ ചോദിച്ചു. സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയും ആകുന്നു. യഹോവയുടെ ശ്വാസം അതിൻ്റെ മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു, പൂവ് വാടുന്നു. അതേ, ജനം പുല്ല് തന്നെ, പുല്ലുണങ്ങുന്നു, പൂവ് വാടുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. ഹല്ലേലൂയ. നോക്ക്, വയലിലെ പൂ പോലെ മനുഷ്യൻ്റെ ജീവിതം വാടിപ്പോകും. ഒരു പുല്ല് വാടിപ്പോകുന്നത് പോലെ, പൂവ് ഉതിർന്നു പോകുന്നത് പോലെ ജീവിതം അവിടെ കൊണ്ട് തീരാം. ഇവിടെ നോക്ക്, ഹേരോദാവിൻ്റെ ചരിത്രം അപ്പസ്തോല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട് പറയുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം പരന്നു. എന്നാൽ എന്താ അത് പറഞ്ഞത്? പത്രോസിൻ്റെ കാരാഗ്രഹത്തിലെ വാസം, പത്രോസിൻ്റെ വിടുതൽ. എന്നിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഹേരോദാവ് സിംഹാസനത്തിൽ വലിയ ആളായിട്ടിരിക്കുന്നു. എന്നാൽ നോക്ക്, പത്രോസിനെ വിടുവിച്ച ദൈവം ഹേരോദാവിനെ ഇല്ലായ്മ ചെയ്തു. വലിയ പ്രതാപത്തിലിരുന്ന എല്ലാവരെയും കൊല്ലും എന്ന് പറഞ്ഞ് ദൈവവചനത്തെ നിർത്തുമെന്ന് പറഞ്ഞ ഹേരോദാവിനെ ദൈവം എടുത്തു മാറ്റി. എന്നിട്ട് വചനത്തെ നിലനിർത്തി. വചനത്തിന് വിരോധമായി നിന്ന, വചനത്തിന് ബന്ധനമായി നിന്ന, വചനത്തിന് തടസ്സമായി നിന്ന ഒരു ഹേരോദാവിനെ തമ്പുരാൻ എടുത്തു മാറ്റി. എന്നിട്ട് കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനം നിലനിൽക്കും. പൂവ് വാടിപ്പോകും, പൂവ് വാടിപ്പോകും, പുല്ല് ഉണങ്ങിപ്പോകും, കർത്താവിൻ്റെ വചനം നിൽക്കും. ഹേരോദാവേ, നീ ഇല്ലാതായി പോകും. നീ എത്ര എതിര് നിന്നാലും, എത്ര തടസ്സം നിന്നാലും, എത്ര മനോഹരമായി നിൻ്റെ പേര് ഉയർത്തിയാലും കർത്താവിന് നിന്നെ എടുത്തു മാറ്റുവാനും ദൈവത്തിൻ്റെ വചനത്തിനെ പരത്തുവാനും സാധിക്കും. ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, ആകാശവും ഭൂമിയും മാറിയാലും ദൈവവചനത്തിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് തിരുവചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മത്തായി സുവിശേഷം 5:18 24-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിലും വേദപുസ്തകം അതുതന്നെ അടിവരയിട്ട് പറയുന്നു. ആകാശം മാറും, ഭൂമി മാറും, എന്നാൽ കർത്താവിൻ്റെ തിരുവചനത്തിന് മാറ്റമില്ല. പ്രിയരെ, വചനത്തിന് വിരുദ്ധമായി നിന്നവനെ എടുത്തു മാറ്റുവാൻ, വചനത്തിന് വേണ്ടി നിന്നവനെ ജീവനോടെ നിർത്തുവാൻ ദൈവത്തിന് സാധിക്കും. ഹല്ലേലൂയ. തിരുവചനത്തിന് ബന്ധനമില്ലെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ വചനം ഉള്ളിലുള്ള ഒരു ദൈവ പൈതലിനെയും തകർക്കാൻ, ഇല്ലായ്മ ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. ഈ ഭൂമിയിൽ നിങ്ങളിരിക്കുമ്പോൾ നിങ്ങളോട് കൂടെ ദൈവത്തിൻ്റെ വചനം വസിക്കും. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിലുണ്ടോ, നിങ്ങളെ തകർക്കാൻ ശത്രുവിന് പറ്റത്തില്ല. ഇതാ രണ്ടാമതായിട്ട് ഈ ഭാഗം പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠം, പ്രാർത്ഥനയ്ക്ക് ജീവിത സാഹചര്യങ്ങളെ മാറ്റാൻ പറ്റും. യാക്കോബും കാരാഗ്രഹത്തിലായിരുന്നു, പത്രോസും കാരാഗ്രഹത്തിലായിരുന്നു. യാക്കോബിനെ അവർ വാളിനാൽ കൊന്നു, പത്രോസിനെ കൊല്ലാൻ അവർ നിശ്ചയിച്ചു. പക്ഷേ സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. സഭ പ്രാർത്ഥിച്ചപ്പോൾ ആ സാഹചര്യങ്ങൾക്ക് വ്യത്യാസമുണ്ടായി. ചോദിപ്പീൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിപ്പീൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവീൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്ന തിരുവചനമാ. പ്രിയരെ, ഇത് വചനമാ. ഇത് വചനത്തിനകത്ത് വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. പക്ഷേ എത്ര പേര് വിശ്വസിച്ചുകൊണ്ട്
ചോദിപ്പാൻ തയ്യാറാ? എത്ര പേര് മുഴങ്കാൽ മടക്കാൻ തയ്യാറാ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ചരിത്രത്തെ മാറ്റാൻ പറ്റും. ചരിത്രം പറയുന്നു യാക്കോബിനെ കൊന്നവൻ ജീവിക്കുന്നു. എന്നാൽ ഹല്ലേലൂയ, ഇതാ ദൈവസഭയുടെ ജീവിതത്തിൻ്റെ ടെസ്റ്റിമണി മറ്റൊന്നാ. അവർ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. യാക്കോബിൻ്റെ പ്രതിസന്ധി വന്നപ്പോൾ സഭ ഹല്ലേലൂയ എടുക്കാത്ത ഒരു സ്റ്റെപ്പ് പത്രോസിന് വന്നപ്പോൾ അവർ വിശ്വാസത്തിൻ്റെ ആ ചുവടെടുത്തു. അവരൊരുമിച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് അവരുടെ ചരിത്രത്തെ മാറ്റാൻ സാധിച്ചു. ഇന്ന് പകൽക്കാലവും വചനം പ്രകാരം നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ചിലരുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തന. നാം മിണ്ടാതെ ഇരിക്കരുത്. നാം നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഹല്ലേലൂയ ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ തയ്യാറാകണം. തിരുവചനം തന്ന ബലം നമ്മുടെ ഉള്ളിൽ കിടക്കട്ടെ. ചോദിപ്പീൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്ന് പറഞ്ഞ കർത്താവ് നിങ്ങളോട് പറയുന്നു, ചിലതിനെ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് നേട്. നിങ്ങൾ ചിലതിനെ ഹല്ലേലൂയ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്ക്. ഹേരോദാവിൻ്റെ തന്ത്രത്തെ എടുത്തു മാറ്റുവാൻ ദൈവം വിശ്വസ്തന. നാം ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറ്റിയിരിക്കാം. കർത്താവിൻ്റെ വചനത്തെ ഉള്ളിൽ ഏറ്റെടുക്കാം. വചനവുമായിട്ടൊന്ന് കണക്റ്റഡ് ആകാം. വചനത്തെ ഒന്ന് വിശ്വസിക്കാം. നാം പ്രാർത്ഥിക്കുമ്പോൾ ചരിത്രം മാറും. അത് തിരുവചനം പറയുന്നു. ആ വചനത്തിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. ഇന്ന് രാവിലെ സമയത്ത് പ്രിയരെ, വചനം പരത്തുവാൻ, വചനത്തിനു വേണ്ടി നിൽക്കുവാൻ, വചനത്തെ മറ്റുള്ളവരോട് പറയാൻ നമുക്ക് ധൈര്യം കാണിക്കാം. നമുക്ക് കർത്താവിനെ ഉയർത്താം. എന്നാൽ കർത്താവിൻ്റെ വചനം മേൽക്കുമേൽ പരന്നുകൊണ്ടേയിരുന്നു. എന്നാൽ കർത്താവിൻ്റെ വചനം പരക്കും. പ്രിയരെ, ഈ കർത്താവിൻ്റെ വചനം പരക്കുന്ന ഈ ശുശ്രൂഷയിൽ നമുക്കും പങ്കാളികളാകാം. നമുക്കും അതുമായിട്ടൊന്ന് കണക്റ്റഡ് ആകാം. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.